ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. അമ്മ ജനറൽ ബോഡി വൻ തർക്കം രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് ശ്വേതാ മേനോൻ. നാമി ദിനേശ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നാമി, ഇപ്പോൾ ശ്വേതാ മേനോൻ രാജ്യസന്നദ്ധത അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്, എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? അനുശ്രീ, ഇതിൽ പിന്നെ വലിയ വാക്ക് തർക്കങ്ങളിലേക്കും ആരോപണങ്ങളിലേക്കും കടന്നിരിക്കുകയാണ് സംഘടന. ഇതിൽ ജനറൽ ബോഡിയിലെ വാർഷിക റിപ്പോർട്ട് അടക്കം സമർപ്പിക്കുന്നതിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചു എന്ന് അംഗങ്ങൾ എല്ലാവരും തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ വിമർശിച്ചിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജി സന്നദ്ധത ശ്വേതാ മേനോൻ അറിയിച്ചിരിക്കുന്നത്. ഐ എം ഒഫീഷ്യലി റിസൈനിങ് എന്ന് പറഞ്ഞുകൊണ്ട് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയതായിരുന്നു ശ്വേതാ മേനോൻ. പക്ഷേ അംഗങ്ങളെല്ലാവരും ചേർന്ന് ശ്വേതാ മേനോനെ തിരിച്ചു വിളിക്കുകയും വീണ്ടും ഈ യോഗം തുടരുകയും ചെയ്യുന്നു. ഇതിൽ ബാബുരാജും ഒപ്പം മറ്റ് താരങ്ങൾ, മുതിർന്ന താരങ്ങളടക്കം ഇതിൽ കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയണം എന്നുകൂടി ശ്വേതാ മേനോനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ഈ വാർഷിക പൊതുയോഗം പാസ്സാക്കാൻ സമ്മതിച്ചില്ല സിദ്ദിഖും ബാബുരാജും ഇടവേള ബാബുവും. കണക്കുകൾ തെറ്റിയ റിപ്പോർട്ട് പാസ്സാക്കാൻ സാധിക്കില്ല എന്ന രഞ്ജി പണിക്കറും നിലപാടെടുത്തു. 45 ദിവസത്തെ സമയം വേണമെന്നായിരുന്നു ശ്വേതാ മേനോൻ ആവശ്യപ്പെട്ടത്. പക്ഷേ അത് നൽകുവാനായി തയ്യാറായില്ല. ഇതിനെ തുടർന്ന് വലിയ തർക്കങ്ങൾ ഉണ്ടാകുകയും ശ്വേതാ മേനോൻ എതിരെ അടക്കം രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനെ തുടർന്ന് താൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്വേതാ മേനോൻ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. പക്ഷെ ആ സമയത്ത് തന്നെ അംഗങ്ങളെല്ലാം തിരിച്ചു വിളിക്കുകയും വീണ്ടും ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു കമ്മിറ്റി പിരിച്ചുവിടണം എന്നൊരു ആവശ്യം തന്നെയാണ് അംഗങ്ങൾ ഭൂരിഭാഗം പേരും ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ അധികാരത്തിൽ വരുമ്പോൾ ഒരു മാറ്റം ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ ആ ഒരു പ്രതീക്ഷയെ തകർത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ നടപടിക്രമങ്ങളെല്ലാം അംഗങ്ങൾ വിമർശിക്കുന്നതും. പ്രത്യേകിച്ച് ഇത്തരം വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ അടക്കം താരങ്ങൾ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുമ്പോഴും അൻസിബ അടക്കം കോടതിയെ സമീപിക്കുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ വന്നപ്പോൾ പോലും എന്തുകൊണ്ടാണ് ഈ വിഷയത്തെ കൃത്യമായി അഡ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ എന്തുകൊണ്ടാണ് തയ്യാറാകാത്തത്? എന്തുകൊണ്ടാണ് പ്രസിഡന്റ് നിലയിൽ ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കുക്കു പരമേശ്വരനും മുൻകൈ എടുക്കാത്തത് എന്ന കാര്യങ്ങളൊക്കെ യോഗത്തിൽ ഉയർന്നിരുന്നു. എന്തായാലും അവിശ്വാസ പ്രമേയം ഇന്ന് പാസ്സാകാനുള്ള ഒരു സാധ്യത കുറവാണ്. പക്ഷേ ഭൂരിഭാഗം അംഗങ്ങളും ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ ഭൂരിഭാഗം അംഗങ്ങളും ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ ഭൂരിഭാഗം ഈ രാജിവെക്കണമെന്ന ആവശ്യത്തോട് തന്നെയാണ് അംഗങ്ങൾ എല്ലാവരും ചേർന്ന് നിൽക്കുന്നതെങ്കിൽ നിലവിലെ ഭരണസമിതി രാജിവെക്കുകയും പിന്നീട് ഒരു അഡ്ഹോക് കമ്മിറ്റിയായി തുടർന്നുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒരു വനിതകളുടെ നേതൃത്വത്തിൽ ഒരു ഭരണസമിതി വന്നിട്ട് പോലും അവർക്കും കൃത്യമായി ഭരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അമ്മയിലെ അംഗങ്ങളെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നൊരു വിമർശനം തന്നെയായിരിക്കും ഉയരുക. ശരി, അമ്മ ജനറൽ ബോഡിയിൽ വൻ തർക്കം തുടരുന്നതിനിടെ ഇപ്പോൾ ശ്വേതാ മേനോനും രാജ്യസന്നദ്ധത അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നാമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.